ഒരാളായിരുന്നു കുട്ടീനിറ്റി. നമ്മളൊക്കെ വേണ്ട അവിടെ പരിപാടിയൊന്നും. അവിടെ പരിപാടിയൊക്കെ അവിടെ മുനിയൊക്കെ സുബ്രാന്തോടെ നടത്തിയാൽ മതി. ഇങ്ങോട്ട് നടത്തണ്ട, നമ്മള് ഓരോന്നും നടത്തണ്ട അവിടെ ഡ്രാമയൊന്നും. ഇത് മുനിയർക്കല്ല, ഇത് നല്ലൊന്നാമത് ഇത് മൈലാഞ്ചിരി കാക്കയായിട്ട് ഞങ്ങളുടെ മുനിയർക്കയൊക്കെ പോകും. മുനിയർക്കയെല്ലാം പോകുന്നത് മുനിയർക്കയെന്ന് നല്ലത് മുനിയർക്കയാവാൻ മുനിയർക്കയെന്ന് നല്ലത്. ഇത് മേലാഞ്ചിരി കാക്കയത്. മേലാഞ്ചിരി കാക്കയതിനകത്ത് 102 PNG അപ്പാർട്ട്മെന്റ് ആയത്. PNG അപ്പാർട്ട്മെന്റ് മേലാഞ്ചിരി കാക്കയത്. വേറെ ഒന്നുമല്ല. ദിസ് ഇസ് നോട്ട് മുനിയർക്ക. വേറെ വേണമെങ്കിൽ ഇവിടെ ദീപായപ്പണിക്ക് ഫ്ലാറ്റാ, അല്ലാതെ വേറെ അവിടെയല്ല. ദീപായപ്പണിക്ക് ഇതിന്റെ കാപ്പ് കൊടുക്കുന്നത്. സാമാനം കൊണ്ട് നടക്കുന്നു. കുറെ കഥകൾ ഉണ്ടാക്കല്, അങ്ങനത്തെ കഥ എമ്മാഴ്ച കഥ എന്തുവാ കുറെ ബ്ലോട്ടിങ് കഴിക്കുക, വീർപ്പിക്കുക, എന്തെല്ലാം വീർപ്പിച്ച് കഥകള്. ദീപായപ്പണിക്ക് എങ്ങാണ്ട് പോയെന്ന് പറയാം. എവിടെ പോയാലാണ് ദീപായപ്പണിക്ക് പോകുന്ന ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഇടും. ദീപായപ്പണിക്ക് ഗോയിങ് ടു ദിസ്. നല്ല ധൈര്യമായിരുന്നു, ഒരു പേടിയില്ല. ദീപായപ്പണിക്ക് പോകണമൊക്കെ എവിടെ പോകണമെന്ന് കൃത്യമായിട്ട് ഇടാനുള്ള ധൈര്യം ദീപായപ്പണിക്ക്. അങ്ങനെയുള്ളവർക്ക് ദീപായപ്പണിക്ക് പോകാറുണ്ട്. ദീപായപ്പണിക്ക് റെക്കോർഡ് ആൻഡ് ഗോ എവ്രിവെയർ. I am going this way. I am going to this way. എന്ന് പറഞ്ഞാൽ ശരിക്കും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ എഴുതി വിട്ടിട്ടാ പോകുന്നത്, അല്ലാതെ ഒന്നുമല്ല പോകുന്നത് എങ്ങും. അങ്ങനെ പോകാൻ പറ്റാത്തൊന്നും ദീപായപ്പണിക്ക് പോകുന്നില്ല. നല്ല പൊതുജനങ്ങൾ ഉള്ളിടത്തോട്ടാ പോയത്. പൊതുജനങ്ങൾ പബ്ലിക് വരുന്നിടത്തോട്ടേ പോകുന്നുള്ളൂ ദീപായപ്പണിക്ക്. അല്ലാതെ ഗുദാമിനും ഒന്നും പോകുന്ന സ്വഭാവം പണ്ടേ ഇല്ല, ഇന്നും ഇല്ല കേട്ടോ. ദീപായപ്പണിക്ക് ഗുദാമിനും ഒന്നും പോകുന്ന സ്വഭാവമൊന്നുമില്ല. അതുപോലെ ദീപായപ്പണിക്കന്റെ കയ്യിൽ വേണ്ടാത്ത സാധനങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ പേടിച്ച് വെള്ളോടൊക്കെ പോവാന് ദീപായപ്പണിക്കന്റെ കയ്യിൽ ഇങ്ങനെ പേടിച്ച് പോകേണ്ട രീതിയിലുള്ള സാധനങ്ങളും ദീപായപ്പണിക്കന്റെ കയ്യിലില്ല, ഒന്നുമില്ല. ദീപായപ്പണിക്ക് പാലും അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ കഴിക്കുന്നുള്ളൂ. പാലോ മുട്ടയോ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ലത് കല്ലും കഞ്ചാവും കുഞ്ചാവും 150 അവിടെ ഗഞ്ചയടിച്ച് പുനീല മാത്രമല്ല, ഗഞ്ചയടിച്ചോണ്ട് തുണിയില ഓട്ട വരണോട് 150 ഗഞ്ചയടിച്ചോണ്ട് തുണിയില ഓട്ട വരണോട്. അവിടെ അമ്മയുടെ അമ്മയെ വിട്ടിരിക്കുക. അവിടെ ഗഞ്ചയടിച്ചെങ്കിലും വിടാന്, ഗഞ്ചയടിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കാനുള്ള അമ്മയുടെ അമ്മ ഇങ്ങനെ വിട്ടിരിക്കുക. ഇങ്ങനെ തുണിയില്ലാതെ കവച്ച് കിടക്കണമെന്നുള്ള അമ്മയുടെ അമ്മയെ പറഞ്ഞു വെച്ചിട്ട് വെച്ചിരിക്കുക. അത്ര അമ്മയുടെ അമ്മയെ അവർക്കുള്ളത്. നല്ല ദീപായപ്പണിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എന്റെ കൊച്ചിനെ കണ്ടാലും അറിയാം. ദീപായപ്പണിക്ക് എന്നുള്ളതാണ് അവനവന്റെ മക്കളെ കണ്ടാലും അറിയാം മക്കൾ എങ്ങനെയാ വളരുന്നേന്ന്. ആരില്ലെങ്കിലും സ്വന്തം കാര്യം നോക്കി വളർന്നു കൊച്ച് കേട്ടോ. തോന്നിയവാസമൊന്നും ഞങ്ങളൊക്കെ എഴുതണ്ട. തോന്നിയവാസമൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. മുരാനിലായാലും അന്ന് തെരുമാറ്റം ഇങ്ങോട്ട് വേണ്ട. വാടക വാങ്ങിച്ചോണ്ട് മര്യാദ കണ്ടൊക്കെയാറുണ്ട. വാടകക്കാരെ കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. തെരുമാറ്റത്തിലെ കഥ എന്തുവാ, ക്യാമറ വെച്ച് കഥ, വൈഫൈ വെച്ച് കഥ, കുറെ കഥ, പവർ ഓഫാക്കി ഓണാക്കി കഥ, പല കഥകളോ. ആ കഥയൊന്നും ഇവിടെ വേണ്ട. കഥയൊന്നും ഇവിടെ വേണ്ട. കഥകളൊക്കെ കൈ വെച്ചിരുന്നാൽ മതിയാ കഥയൊക്കെ. ഇങ്ങോട്ട് കഥ എടുക്കണ്ട. കഥയുണ്ടാക്കുന്ന കുറെ കഥ. ദീപായപ്പണിക്ക് 102 എന്തുവാ ഇവിടെ 102 ദീപായപ്പണിക്കൊക്കെ തന്നെ കാറ്റിനകത്ത് കിടന്നു തന്നെ പാതിരാത്രിക്ക് അവിടെ പോയി, പാതിരാത്രിക്ക് ഇവിടെ പോയി, കണ്ടവന്റെ മുറിയിൽ പോയി, എന്തെല്ലാം കഥകളാ. പിന്നെ നമ്മുടെ സ്പീക്കർ ഓൺ ഓഫ് ആക്കിയിട്ട് ഓഫ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ എങ്ങോട്ട് എത്തും, ഉഗാണ്ടയ്ക്ക് എത്തും. നമ്മളത് സ്പീക്കറെ കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഓഫ് ആവുമ്പോഴത്തേക്കും നമ്മൾ ഉഗാണ്ടയിൽ എത്തുന്ന കഥകൾ. എന്തെല്ലാം കഥയാ കൊണ്ടിട്ട് നാണം കേട്ട കഥ എന്തായത്. ഓക്കെ, എന്തെല്ലാം ഡ്രാമയാ, എന്തെല്ലാം ഡ്രാമകളാണല്ലോ വന്നിട്ട് ഡ്രാമ. സ്പീക്കർ ഓൺ ഓഫ്. പിന്നെ എന്താ ബഫറിങ് ചെയ്യുന്ന സമയത്ത് എങ്ങാണ്ടോട്ട് പോയി. പിന്നെ അവിടെ ചെന്ന് ഓണാക്കുക. അയ്യോ എന്ത് പോയത് ആ സാധനത്തിൽ അവിടെ ചെന്ന് ഓണാക്കണമെന്നൊക്കെയാണ് വെറുതെ. എന്തൊരു നാടകം ഡ്രാമയാണ്. ടെക്നോളജി വെച്ച് ഡ്രാമ. ടെക്നോളജി അത് ഇങ്ങോട്ട് വേണ്ട. ടെക്നോളജിയൊക്കെ കൈ വെച്ചിരുന്നത് ഈ ടെക്നോളജി ബഫർ ചെയ്യുമ്പോഴത്തേന് ആ സമയം കൊണ്ട് നമ്മൾ എങ്ങാണ്ട് പോവുക കേട്ടോ. ഓഫ് ചെയ്തേക്ക് നമ്മൾ എങ്ങാണ്ട് പോയി. ഇതൊക്കെ കഥ.
കഥകൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂട്ടിക്കൊടുക്കുന്ന കഥ കുറെ. കൂട്ടിക്കൊടുത്തിന്റെ കുറെ ആൾക്കാർ നിന്റെ പെണ്ണുപിള്ളേയും നിന്റെ 3 പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടല്ലോ. രാജിരാജന്റെ വീട്ടിൽ 3 പെണ്ണുങ്ങളുണ്ട്. അവളുമാരെ ചേച്ചി കച്ചവടം നടത്തും. അവളുമാരെയും കൂട്ടിക്കൊടുത്തു നീ. അല്ലാതെ വാടകയ്ക്കൊന്നും താമസിക്കുന്ന ദീപാവലിക്കൊക്കെ കഥയുണ്ടല്ലോ. നീ ആരാണ്? നിനക്ക് ആര് തന്ന അധികാരം? തമ്പുരാനിക്കല്ലേ നിനക്ക് ആര് തന്ന അധികാരം? എനിക്ക് മനസ്സിലാവും. നിനക്ക് ആര് തന്ന അധികാരം? നീ ആരാണ്? കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് പറയണ്ടൊക്കെ നിനക്ക് അത്ര അധികാരം നിനക്ക് ആരാണ് പറഞ്ഞത്? എനിക്കൊന്നും അറിയണമല്ലോ. നീ ആരാണെന്നുള്ളത്. നിനക്ക് ആരാണ് അതിനകത്ത് അധികാരം തന്നത്? വാടകയ്ക്ക് വന്നിട്ടുള്ള പെണ്ണുങ്ങളെ മണ്ടയ്ക്ക് കയറാൻ നിനക്ക് ആരാണ് അധികാരം തരുന്നത്? നിന്റെ കൈ ക്രിമിനൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നീ കൈവച്ചിട്ടാ നിന്റെ ക്രിമിനാലിറ്റിയൊക്കെ. നിന്റെ ക്രിമിനൽ സ്വഭാവം നിന്റെ കയ്യിലിരുന്നാ നിങ്ങൾ എടുക്കണ്ട. ക്രിമിനൽ സ്വഭാവം ഒന്നും കേട്ടോ. നിന്റെ ക്രിമിനൽ സ്വഭാവം ഒന്നും ഇങ്ങോട്ട് നീ എടുക്കണ്ട. നിന്റെ ക്രിമിനൽ സ്വഭാവം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിലിരുന്നാ നിങ്ങൾ എടുക്കണ്ട ക്രിമിനൽ സ്വഭാവം ഒന്നും. നിന്റെ ക്രിമിനൽ സ്വഭാവം നിന്റെ പെണ്ണുമ്പിള്ളയോടോ നിന്റെ കൊച്ചുമോളോട് നിന്റെ മരുമോളോടൊക്കെ നമുക്ക് കാണിച്ചാൽ മതി. അല്ല ഇങ്ങോട്ട് കാണിക്കണ്ട. ഒരവളും ഈ ഫ്ലാറ്റിനകത്ത് ഏതവനും ക്രിമിനൽ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. ഇങ്ങോട്ട് എടുക്കണ്ട ഒരവളും. ഞങ്ങളെയൊന്നും ഈ 102 താമസിക്കുന്ന ദീപാവലിപ്പണിക്കാരുടെ രക്ഷകർത്താവൊന്നും അവൻ ഈ ഫ്ലാറ്റിലെ ഒരവളും നോക്കണ്ട കേട്ടോ. ഇവിടെ ദീപാവലിപ്പണിക്കാരുടെ മുക്കും പൂജ കളയല്ലേ അവരുണ്ട്. വേറെ കണ്ട കൂട്ടിക്കാനൊന്നും ഇവിടെ കയറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട. ഇവിടെ കയറി കഥയൊന്നും ഉണ്ടാക്കിയൊന്നും എന്റെ സ്വത്ത് മുതലൊന്നും അടിച്ചെടുത്ത് കഥയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണ്ട. സ്വത്ത് മുതൽ അടിച്ചിട്ടപ്പോഴെ കണക്കാര് ഇങ്ങോട്ട് എടുക്കണ്ട. സ്വത്ത് മുതൽ അടിച്ചെടുക്കുന്ന കഥയും മറ്റു കഥയൊന്നും ഈ വയസ്സറിയുന്ന മുതലും സ്വത്തൊന്നും വിൽക്കാനുള്ളതല്ല. അവരോട് അത് ഓലകെട്ടിക്കണം. ഓലകെട്ടി അമ്പലം നെറ്റേക്കര വില്ലേജിലും മഴവിക്കാവ് വില്ലേജിലുമായിട്ട് കിടപ്പുണ്ട്. അവിടെ കിടക്കും. അവര് വിചാരിക്കാൻ നടത്തി അടിച്ചു മാറ്റി കൂട്ടടിക്കാവുന്നു. ബിജുപിയുടെ വേഗത്തിലൂടെ കൈ വെച്ചിരുന്നാൽ മതി. ബിജുപിക്ക് എല്ലാം ബിജുവർക്ക് വിലായപ്പള്ളിയുടെ കൂട്ടിങ്ങനെ ഗുദാമയോട് വിലായപ്പള്ളിയുടെ താമസിക്കുന്നത് ഗുദാമയിലോട് പോകണം. അതിനുള്ള വേഗമായിട്ട് കൈ വെച്ചിരുന്നാൽ മതി. വിലായപ്പള്ളിക്ക് ഒന്ന് വലവിലേക്ക് നടക്കുകയും ബിജുപിയുടെ കൂടെ കൊടുക്കാൻ. ഇപ്പൊ ബിജുപി ഇങ്ങനെ പതിയെ കഥകളൊക്കെ ഉണ്ടാക്കി വിറ്റ് നിൽക്കുകയല്ല. എല്ലാം വിറ്റ് അവസാനം എല്ലാം നേരിട്ടുണ്ട്. വിറ്റ് എല്ലാവരും ഇങ്ങനെ ഏറ്റു വെച്ചിരിക്കുകയാണ്. നമ്മാവിക്കേക്ക് ചോക്കലേട് കൊച്ചുമോളാകും. കൊച്ചുമോള് ജനിച്ചപ്പോഴുള്ള കഴിക്കണം കാണണമായിരുന്നു. കൊച്ചുമോള് ജനിച്ചപ്പോഴുള്ള കാണിക്കണം. ഇവിടെ വിചാരം ഇതൊക്കെ മറന്നു. എന്റെ കൊച്ചുമോളാണെന്ന്. മോളെന്നില്ല, കൊച്ചുമോള് പോലും. മോളൊന്നുമല്ല, കൊച്ചുമോളെന്ന് ഇപ്പൊ ഇനിയിപ്പോ നമ്മളുടെ കാണാം. മോളെ കൊണ്ട്